വേനൽ കനത്തതോടെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും വന്യജീവി ശല്യം വർദ്ധിക്കുന്നു. വനത്തിനുള്ളിൽ തീറ്റയും വെള്ളവും കുറഞ്ഞതോടെ കാട്ടാനകളടക്കം ജനവാസ മേഖലകളിലേക്ക് എത്തുകയാണ്. വന്യജീവി ആക്രമണത്തിൽ ഇതിനോടകം മൂന്നാർ മേഖലയിൽ ഒരു ജീവനും നഷ്ടപ്പെട്ടു. വരും ദിവസങ്ങളിൽ വന്യജീവി ശല്യം രൂക്ഷമാകുമോ എന്ന ആശങ്കയും ആളുകൾക്കുണ്ട്. മുൻവർഷങ്ങളിൽ എന്ന പോലെ ഇത്തവണയും മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും വന്യജീവി ശല്യം വർദ്ധിച്ചു വരികയാണ്. വേനൽ കനത്ത് വനത്തിനുള്ളിൽ തീറ്റയും വെള്ളവും കുറഞ്ഞതോടെയാണ് കാട്ടാനയടക്കമുള്ള മൃഗങ്ങൾ കാടിറങ്ങി ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത്. മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടാനകളാണ് കൂടുതലായി ആശങ്ക വരുത്തുന്നത്. പടയപ്പയും ഒറ്റക്കൊമ്പനുമൊക്കെ പകൽ സമയത്ത് പോലും ജനവാസ മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന സ്ഥിതിയുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് പകൽ കാട്ടുപോത്ത് മറയൂർ ടൗണിലിറങ്ങിയത് ആളുകളിൽ പരിഭ്രാന്തി പരത്തിയിരുന്നു. 2 പേർക്ക് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ സ്ഥിരമായെന്നോണം കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടാകുന്നത് വാഹനയാത്രികരെ വലയ്ക്കുന്നുണ്ട്. കാർഷിക മേഖലയിലും കാട്ടാനകൾ കൃഷിനാശം വരുത്തുന്ന സ്ഥിതിയുമുണ്ട്. കാട്ടാനയ്ക്കും കാട്ടുപന്നിക്കും കാട്ടുപോത്തിനുമൊപ്പം വേനൽ കനത്തതോടെ വലിയ തോതിൽ കുരങ്ങുകൾ കൃഷിയിടങ്ങളിലിറങ്ങി നാശം വരുത്തുന്നതും കർഷകർക്ക് വിനയാകുന്നുണ്ട്. ഇതിനോടകം ഈ വേനൽക്കാലത്ത് വന്യജീവി ആക്രമണത്തിൽ മൂന്നാർ മേഖലയിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. വരും ദിവസങ്ങളിൽ വന്യജീവി ശല്യം രൂക്ഷമാകുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.